Good morning, all. Good morning. ആരുമില്ലേ? എക്സാമൊക്കെ എങ്ങനെയുണ്ടായി? നല്ലതായിരുന്നു. ഓക്കെ. എക്സാം കഴിഞ്ഞപ്പോ നിങ്ങളുടെ എണ്ണസംഖ്യ കുറഞ്ഞാലോ? ഇത് വെച്ചി നെക്സ്റ്റ് മിസ്സിന് എടുക്കാനുള്ളത് തേർഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്ചാർജ് പ്രോസസ്. റിസൾട്ട് വന്നോ? എങ്ങനെയുണ്ട്? മാർക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും വിചാരിച്ച മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. മാർക്ക് ഉണ്ടല്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് തുടങ്ങാം. മിസ്സിന് തേർഡ് മോഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് എടുക്കാൻ പോകുന്നത് ഡിസ്ചാർജ് പ്രോസസ്. നമുക്കറിയാല്ലേ ഡിസ്ചാർജ് കേട്ടിട്ടുള്ളതല്ലേ? എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു അല്ലെ? ഔട്ട് പേഷ്യന്റ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ഡിസ്ചാർജ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ, ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ഫോർമൽ ആയിട്ട് വിട്ടയക്കുന്നതിനെ അല്ലെ, റിലീസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡിസ്ചാർജ് അല്ലെ? ഹോസ്പിറ്റലില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അവിടുന്ന് ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നത്, വിട്ടയക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെ? ആണോ? ഹോസ്പിറ്റലില് നമ്മ അവിടെ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് പോരാൻ പറ്റുമോ? ബില്ലൊന്നും പേ ചെയ്യാതെ നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് അവിടെ നിന്ന് പോരാൻ പറ്റുമോ? ഇല്ല. എന്താണ്? നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ അല്ലെ? അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ അവിടെ നിന്ന് ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. A discharge from hospital is the formal release of patients from a hospital after a procedure of a course or a treatment. ഒരു പേഷ്യൻസിന്റെ ഒരു ട്രീറ്റ്മെന്റ്, ചികിത്സ അല്ലെങ്കിൽ ആ ചികിത്സയുടെ കോഴ്സ് ഒക്കെ നമ്മൾ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് ഒരു ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു 3 ദിവസം അല്ലെ, അല്ലെങ്കിൽ ഒരു 5 ദിവസം ആ കോഴ്സ്, ആ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് അത് തീരുമ്പോൾ എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനെ, വിട്ടയക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, ചികിത്സയുടെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ആ ഒരു ഡ്യൂറേഷൻ ചിലപ്പോ 3 ദിവസമാകാം, അല്ലെങ്കിൽ ഒരു 5 ദിവസമാവാം. ആ ചികിത്സയുടെ കോഴ്സ് തീർന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ പേഷ്യൻസിനെ ഫോർമലായി ഔദ്യോഗികമായി വിട്ടയക്കുന്നതിനെയാണ്
ഡിസ്ചാർജ് പ്രോസസ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. Next, a discharge happens whenever a patient leaves hospital on the completion of treatment, signing out against medical advice, transferring to another healthcare institution, or on death. എന്താണ് പല രീതിയിൽ ഡിസ്ചാർജ് സംഭവിക്കാം പേഷ്യൻസിന്. എങ്ങനെയൊക്കെയാണ്? whenever a patient leaves hospital on the completion of treatment, അവരെ ആ ട്രീറ്റ്മെന്റ് തീർന്നതിന് ശേഷം അവരെ ഫോർമൽ ആയിട്ട് വിട്ടയക്കുന്നത്, അങ്ങനെ നടക്കാം. രണ്ടാമത് പറയുന്നത് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ്? അവരുടെ ഡോക്ടറിനെ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവരെന്താണ് സ്വന്തം ഇഷ്ടത്തില് ഡിസ്ചാർജ് വാങ്ങിപ്പോവാ അല്ലെ. ചിലപ്പോ എന്താണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആളുകളില്ലാത്ത അല്ലെ, ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കിടക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഒരുപാട് ദിവസം അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വയം റിസ്കില് ഡോക്ടറോട് പറഞ്ഞിങ്ങാണ്ട് നമ്മൾ ഡിസ്ചാർജ് വാങ്ങിക്കും. അതല്ലെങ്കിൽ ഇതിന് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെ, അതല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ചികിത്സയില് തൃപ്തരല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നിർബന്ധിതമായിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോരല്ലോ. ഒരു സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നമ്മുടെ സൈനിങ് ഔട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോരുക സ്വന്തം ഇഷ്ടത്തിന്. നെക്സ്റ്റ്, ട്രാൻസ്ഫറിംഗ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് സ്പെഷ്യലൈസേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, മാറ്റുന്നത്. ഓർ ഓൺ ഡെത്ത്. എന്താണ്? ആ പേഷ്യൻസിന് മരണം സംഭവിച്ചിട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്താണ്? പല രീതിയിലും ഡിസ്ചാർജ് സംഭവിക്കാം. ഒന്ന്, അവരുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം, മുഴുവനായതിനു ശേഷം അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. രണ്ടാമത്തത് മെഡിക്കൽ അഡ്വൈസറുടെ അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വയം റിസ്കിൽ ഓൺ റിസ്കിൽ അവരെ ഡിസ്ചാർജ് വാങ്ങിപ്പോരുന്നത്. മൂന്നാമത്തത് അവർക്ക് എന്താണ്? ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്നത്. നെക്സ്റ്റ്, ഓർ ഓൺ ഡെത്ത്. എന്താണ്? മരണം സംഭവിച്ചിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ബാക്കി ആരും ഇല്ലേ? ജോബി മാത്രമുള്ളോ? എന്ത് പറ്റി? എക്സാം കഴിഞ്ഞപ്പാ? ഓക്കെ, നിങ്ങൾ പറഞ്ഞാലല്ലേ മിസ്സിനെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വോയിസ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ക്ലാസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് മിസ്സിനെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. എന്താണ്? ഏതൊക്കെ ടൈപ്പ് ഡിസ്ചാർജ് പ്രൊസീജിയർ ആണുള്ളത്? ഡിസ്ചാർജ് നടപടിക്രമങ്ങളാണുള്ളത്. റുട്ടീൻ ഡിസ്ചാർജ് നോർമൽ ആയിട്ടുള്ള എന്താണ്? അവരെ കോഴ്സ് അതല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നത്. AMA ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വന്തം റിസ്കിൽ അവർ ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നത്. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. എന്താണ്? ഇവർക്ക് എന്തെങ്കിലും ബെറ്റർ ട്രീറ്റ്മെന്റ് വേണം, അങ്ങനെ വേണ്ടിയിട്ട് അവരെന്താണ്? വേറെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മാറ്റുന്നത്. നെക്സ്റ്റ്, ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയറിലേക്കോ അതല്ലെങ്കിൽ ഹോസ്പൈസ് അഗത മന്ദിരം എന്നൊക്കെ പറയില്ലേ, അഭയ കേന്ദ്രങ്ങള്, അങ്ങോട്ടോ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, routine discharge. A planned discharge on the advice doctors. എന്താണ്? അവരെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം പ്ലാൻ ആയിട്ടുള്ള ഡിസ്ചാർജ്, റുട്ടീൻ ഡിസ്ചാർജ്. Routine discharge is referred to as the process of the patient being discharged from a hospital or healthcare facility
ആഫ്റ്റർ ഗെറ്റിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓർ കെയർ, അവർക്ക് ലഭിക്കേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചികിത്സയും അതല്ലെങ്കിൽ പരിചരണവും ലഭിച്ചതിന് ശേഷം എന്താണ് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നത്, ഡിസ്ചാർജ് നൽകുന്നതാണ് റുട്ടീൻ ഡിസ്ചാർജ്. The healthcare team will then provide the patients with information about their condition, medication, follow-up cares, and any lifestyle changes necessary for them. എന്താണ് ഇങ്ങനെ റുട്ടീൻ ഡിസ്ചാർജ് ചെയ്ത് അവരെ പറഞ്ഞേക്കുന്ന സമയത്ത് എന്താണ് അവര് കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ എന്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും? അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെ, അവരിപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ, ആരോഗ്യാവസ്ഥ എന്താണ്, ആരോഗ്യസ്ഥിതി എന്താണ് അല്ലെ, മെഡിക്കേഷൻസ് ഏതൊക്കെ മെഡിസിനുകൾ നിങ്ങൾ കഴിക്കണം അല്ലെ, എത്ര ദിവസം കഴിക്കണം അല്ലെ, അങ്ങനെയുള്ള മെഡിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഫോളോ അപ്പ് കെയർ അല്ലെ, ഇനി എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെ, ചിലപ്പോൾ അവർക്ക് ചില ഡയറ്റ് കൺട്രോൾ ഉണ്ടാവും അല്ലെ, ഷുഗർ പേഷ്യൻസ്, കൊളസ്ട്രോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ എന്താണ് ഡയറ്റ് കൺട്രോൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് എന്താണ്? അവരെ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നോ അവരെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം, ലഭിച്ചതിന് ശേഷം അവരെ വിട്ടയക്കുന്നതിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. റുട്ടീൻ ഡിസ്ചാർജിന്റെ സമയത്ത് അവർക്ക് എന്തൊക്കെ നൽകുന്നുണ്ട്? അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ അവരെ കണ്ടീഷനെ കുറിച്ച്, ഹെൽത്ത് കണ്ടീഷൻ, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മെഡിക്കേഷൻസ് ഏതൊക്കെ മരുന്നുകൾ നിങ്ങൾ കഴിക്കണം, എത്ര ദിവസം കഴിക്കണം, അങ്ങനെ മെഡിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഫോളോ അപ്പ് കെയർസ്, ഇനി എന്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഡോക്ടറെ കാണണം, അതല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ, അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ലൈഫ് സ്റ്റൈൽസ്, എന്തെങ്കിലും ഭക്ഷണക്രമങ്ങൾ വരുത്തേണ്ടതുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ടോ അതിനെ കുറിച്ചൊക്കെ ഡിസ്ചാർജിന്റെ സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുന്നു. നെക്സ്റ്റ്, AMA discharge against medical advice. AMA discharge indicates AMA ഡിസ്ചാർജ് സൂചിപ്പിക്കുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ് എന്നാണ്. എന്താണ്? മെഡിക്കൽ ഉപദേശപ്രകാരമല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ട്, എതിരായിട്ട് അവര് ഡിസ്ചാർജ് വാങ്ങിപ്പോകുക. വിച്ച് occurs when a patient takes decision to leave a hospital or healthcare facilities before their treatment is complete against the medical advice of their healthcare provider. എന്താണ്? അവർക്ക് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം, ആരോഗ്യ പരിചരണം കൊടുക്കുന്ന ഡോക്ടറുടെ പ്രൊവൈഡർ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, അവരുടെ ഉപദേശത്തിന് എതിരായിട്ട് എന്താണ് അവിടെ നിന്ന് പോകുന്നത്. ഡിസിഷൻ എടുക്കാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് മതി അല്ലെ, ഞങ്ങളെ വിട്ടയക്കണം, ഡിസ്ചാർജ് തന്ന് വിട്ടയക്കണം എന്ന് അവർ ഡിസിഷൻ എടുക്കാറ്, തീരുമാനം എടുക്കുന്നതിനെയാണ് എഗെയിൻസ്റ്റ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് അവരുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ട് അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിനെയാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. AMA ഡിസ്ചാർജ് may occur for a variety of reasons. പല കാരണം കൊണ്ട് AMA ഡിസ്ചാർജ് against medical discharges against medical advice സംഭവിക്കാം. എന്തൊക്കെയാണ്? ഇൻക്ലൂഡിംഗ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ early. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോകണം അല്ലെ, അതിന്റെ ഡിസയർ കൊണ്ട്, ആഗ്രഹം കൊണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ചിലപ്പോ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് ചെറിയ കുട്ടികളുള്ളവർക്ക് അധികം ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റുമോ?
നമ്മളാണെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമ്മ അവിടെ നിന്ന് പോരുമല്ലോ. കോഴ്സ് ചോദിച്ചു പോരൂ അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ എന്താണ് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോരണം. ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ പോരണം എന്ന ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ആവാം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഡിസ്ചാർജ് ചെയ്യുക. നെക്സ്റ്റ്, ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അവിടുത്തെ ചികിത്സയുമായി ഒരു വിയോജിപ്പ്. അവർക്ക് തോന്നാണ് അവിടുന്ന് കിട്ടുന്നത് ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ല, അവർക്ക് കറക്റ്റ് രീതിയിലുള്ള ചികിത്സ അവിടെ നിന്ന് ലഭിക്കുന്നില്ല, നല്ല ഫെസിലിറ്റീസ് ഇല്ല എന്നാണ്, ഡോക്ടർമാർക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല എന്നല്ല, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു ഡിസ്അഗ്രിമെന്റ്, വിയോജിപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നു. നെക്സ്റ്റ്, ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി കെയർ. അവർക്ക് ലഭിക്കുന്ന കെയറിന്റെ കെയറിന്റെ ക്വാളിറ്റിയിൽ, ഗുണനിലവാരത്തിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനതകള് തോന്നിക്കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ട്രീറ്റ്മെന്റിൽ തൃപ്തരല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ തന്നെ കിടക്കോ? ഇല്ല അല്ലെ? എന്ത് ചെയ്യും? നമുക്ക് അവിടുത്തെ കിട്ടുന്ന കെയറില് അല്ലെങ്കിൽ സർവീസുകളില് അല്ലെങ്കിൽ ഫെസിലിറ്റീസിലൊക്കെ നമ്മൾ തൃപ്തര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്ചാർജ് വാങ്ങിപ്പോരും അല്ലെ? അപ്പൊ അങ്ങനെ ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ചികിത്സയിൽ അവർക്ക് എന്തെങ്കിലും വിയോജിപ്പ് തോന്നുക, എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത സർവീസ് പോരാ അങ്ങനെ തോന്നുക, അല്ലെങ്കിൽ ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി കെയർ, അവിടെ നിന്ന് ലഭിക്കുന്ന കെയർ പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ തോന്നുക, അങ്ങനെയൊക്കെ കണ്ടാൽ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോരുന്നതിനെയാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ പോരുന്ന സമയത്ത് നമ്മൾ AMA ഡിസ്ചാർജ് സ്വന്തം ഇഷ്ടത്തിൽ അല്ലെ, സ്വന്തം റിസ്കിലാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു ഫോം അവർക്ക് സൈൻ ചെയ്ത് കൊടുക്കണം. ആ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്? ഐ ആം ലീവിംഗ് ദ ഹോസ്പിറ്റൽ വാർഡ് അഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസ്. ഞാൻ അവിടുത്തെ മെഡിക്കൽ അഡ്വൈസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, എതിരായിട്ട് അവിടെ ഹോസ്പിറ്റൽ വാർഡിൽ നിന്ന് ലീവ് ചെയ്യാൻ പോരുകയാണ്. ഡോക്ടർ എക്സ്പ്ലെയിൻ ടു മീ അബൌട്ട് മൈ ഡിസീസ് കണ്ടീഷൻ. ഡോക്ടർ എന്റെ അടുത്ത് എന്റെ കണ്ടീഷൻ, അസുഖത്തിന്റെ അവസ്ഥയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ട്, എക്സ്പ്ലെയിൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആൻഡ് ഇഫക്ട്സ് ഓഫ് ഡിസ്ചാർജ് മെഡിക്കൽ അഡ്വൈസ്. ആ അസുഖം ഞാൻ ഡിസ്ചാർജ് വാങ്ങി പോന്നു കഴിഞ്ഞാൽ ആ അസുഖം എത്രത്തോളം എഫക്ട് ചെയ്യുമെന്ന്, ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ, ഡോക്ടറോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളോ will not be responsible for any ill effect that may happen after my ഡിപ്പാർച്ചർ. ഞാൻ അവിടെ നിന്ന് പോന്നതിന് ശേഷം, ഇതിന്റെ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് പോന്നതിന് ശേഷം എനിക്ക് ഈ അസുഖം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എഫക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലോ അതല്ലെങ്കിൽ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോ ഉത്തരവാദികളല്ല. ക്ലിയർ ആയോ? ഞാൻ ഹോസ്പിറ്റലിലെ അഡ്വൈസ് നിർദ്ദേശപ്രകാരമല്ലാതെ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോരുകയാണ്. എന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും ഈ അസുഖം എന്നെ എത്രത്തോളം എഫക്ട് ചെയ്യുമെന്നതിനെ, ബാധിക്കുമെന്നതിനെ കുറിച്ചും ഡോക്ടർ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോന്നതിന് ശേഷം, ഡിസ്ചാർജ് വാങ്ങി പോന്നതിന് ശേഷം ഈ അസുഖം ഏതെങ്കിലും രീതിയിൽ എന്നെ ബാധിക്കുകയാണെങ്കിൽ, എഫക്ട് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോ ഉത്തരവാദികളല്ല. അങ്ങനെയുള്ള ഒരു ഫോം സൈൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് വേണം അവരവിടെ നിന്ന്, നമുക്ക് ആ ഫോം ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തരും, ജസ്റ്റ് പേര് എഴുതി സൈൻ ചെയ്യാം, ഡേറ്റ് എഴുതാന്നുള്ള ഇത് മാത്രം നമുക്കുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഫോം തരും, AMA ഫോം. ക്ലിയർ ആയോ? ഇത് AMA ഡിസ്ചാർജ്
Okay. Next, transfer to another healthcare facilities എന്താണ് വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലിനിക്കുകളിലേക്കോ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ അവരെ ഷിഫ്റ്റ് ചെയ്യുക. Either as a referral or as by patient request transfer to another healthcare facility refer to process of moving a patient from one hospital or healthcare facilities to another. എന്താണ് രോഗി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഒന്നില്ലെങ്കിൽ അവരുടെ ഡോക്ടർ തന്നെ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ തന്നെ റെഫർ ചെയ്യാല്ലേ കൂടുതൽ സ്പെഷ്യാലിറ്റി സർവീസുകൾ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ റെഫർ ചെയ്യും അല്ലേ? ആണോ? അതല്ലെങ്കിൽ പേഷ്യന്റ് തന്നെ സ്വയം ചോദിക്കൂ അല്ലേ, ഞാൻ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകണം, അതിനു വേണ്ടി ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയാറില്ലേ നമ്മ? പേഷ്യന്റ് തന്നെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലീസും പറയും അല്ലെ? എന്തെങ്കിലും നമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളെ കൊണ്ടു ചെന്നാലേ നമുക്ക് തോന്നാണ് അവിടുത്തെ ട്രീറ്റ്മെന്റ് പോരാ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മ പറയാറില്ലേ സ്വാഭാവികമായിട്ട് ഞാൻ ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, എന്താണ് ഡിസ്ചാർജ് തന്നിട്ടെന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? അപ്പൊ അങ്ങനെ എന്താണ് ഒന്നില്ലെങ്കിൽ പേഷ്യൻസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്താണ് അവരെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് മാറ്റുന്നതിനെയാണ്, മൂവ് ചെയ്യുന്നതിനെയാണ് transfer to another healthcare facilities എന്ന് പറയുന്നത്. Usually for the purpose of getting specialized medical care or services that are not available at the present facility. അവര് ഇപ്പൊ ചികിത്സയിലുള്ള ഹോസ്പിറ്റലില് എന്താണ് അവർക്ക് വേണ്ട സർവീസുകളില്ല, സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ ഇല്ലെങ്കിൽ എന്താണ് അവരെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളില്ല അല്ലെങ്കിൽ എന്താണ് ചില സ്പെഷ്യാലിറ്റി ഇപ്പൊ ന്യൂറോ ഇല്ല, ഇപ്പൊ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലില് ഏതെങ്കിലും അവർക്ക് വേണ്ട കാർഡിയോളജി സെക്ഷനിൽ എന്ത് ചെയ്യും? അതുള്ള ഹോസ്പിറ്റലിലേക്ക് അവരെ മാറ്റൂല്ലേ? ആ സ്പെഷ്യാലിറ്റി കെയർ ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുമല്ലോ. മാറ്റോ? അപ്പൊ അങ്ങനെ എന്താണ് അവർക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോ പ്രസന്റ് ഉള്ള ഹോസ്പിറ്റലിൽ ആ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവരെ വേറെ ഹോസ്പിറ്റലിലേക്ക് അതുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. The transfer may be arranged by the healthcare provider or hospital. എന്താണ് ഈ ട്രാൻസ്ഫർ അറേഞ്ച് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ അവർക്ക് അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ആകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് ഈ ട്രാൻസ്ഫർ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. Where the patient is presently receiving care or it may be requested by the patients or their family due to valid reason. എന്താണ് ഇത്? ചിലപ്പോ പേഷ്യൻസ് തന്നെ പറയുന്നതാകാം, അതല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള അല്ലെ തക്കതായ എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെയുള്ള എന്താണ് ട്രാൻസ്ഫർ വാങ്ങാം ഇല്ലേ? നമ്മ പറഞ്ഞ പോലെ നമ്മുടെ റിലേറ്റീവ്സിന് തോന്നാണ് ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവന്ന പേഷ്യൻസ് ആയിരിക്കാം അല്ലെ, എന്തെങ്കിലും മൈനർ മേജർ അറ്റാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാക് ഫെയിലിയർ ആയിട്ടോ അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മ പറയാറില്ലേ ചിലപ്പോ അവിടുത്തെ ട്രീറ്റ്മെന്റ് നമുക്ക് തോന്നാണ്, റിലേറ്റീവ്സിന് തോന്നാണ് പോരാ, തോന്നിക്കഴിഞ്ഞാൽ നമ്മ മാറ്റില്ലേ? ആണോ? അപ്പൊ എന്താണ് ചിലപ്പോ എന്തെങ്കിലും വാലിഡ് റീസൺ കൊണ്ട് തക്കതായ കാരണം കൊണ്ട് പേഷ്യൻസോ അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ബന്ധുക്കളോ ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ ഓഫ് ഡിസ്ചാർജ് വാങ്ങുന്നു. A physician referral form is used to refer patients to a specialist for medical treatment while transferring to another hospital. എന്താണ് ഈ പേഷ്യൻസിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക.
അവരെ നോക്കുന്ന കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ എന്ത് ചെയ്യുന്ന റെഫറൽ ഫോം എഴുതി അവർക്ക് ഫിൽ ചെയ്ത് കൊടുക്കും എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഇന്ന അസുഖമാണ് അല്ലെ, ഇന്ന മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് റെഫറൽ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നു, തയ്യാറാക്കി കൊടുക്കുന്നു. ക്ലിയർ ആയോ? Next, discharge to hospice or palliative care. പേഷ്യൻസിനെ അഭയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ മാറ്റും. എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർസ് അല്ലെങ്കിൽ അഭയ കേന്ദ്രത്തിലേക്കൊക്കെ മാറ്റുന്നത്? ഓൾഡ് ആയിട്ടുള്ളവര് മാത്രം മാറ്റാറുള്ളൂ? ക്യൂർ ആയിട്ടുള്ള അല്ലെ, തീവ്രമായ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെ, ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള അല്ലെ, അധികം ഫണ്ട് ഇല്ല, അല്ലെങ്കിൽ ഇവരെന്താണ് എൻഡ് ഓഫ് ലൈഫ് വരെ ഇവർക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കണം, കെയർ കിട്ടണം അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിനെ മാറ്റാറില്ലേ? ഓർഫൻസിനെ മാറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, discharge to hospice or palliative care means the process of transferring a patient from hospital or healthcare facilities to specialized program or facility that provide end of life care of patients or with a serious or terminal illness. എന്താണ് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ഹോസ്പൈസിലേക്ക് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുന്നത്. എന്താണ് അവർക്ക് ജീവിതാവസാനം വരെ എൻഡ് ഓഫ് ലൈഫ് വരെയും അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം. അതല്ലെങ്കിൽ അവരെന്തെങ്കിലും എന്താണ് ടെർമിനൽ ഇൽനെസ് എന്ന് പറഞ്ഞാല് അതിതീവ്രമായ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും, ക്രിട്ടിക്കൽ അല്ല തീവ്രമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളാണ്. അപ്പൊ അവർക്ക് എന്താണ് തുടർച്ചയായി അവർക്ക് ട്രീറ്റ്മെന്റ് ലഭിച്ചുകൊണ്ടിരിക്കണം അല്ലെ? ആണോ? അതല്ല, പാരലൈസ് ചെയ്ത പേഷ്യൻസിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലെ പാലിയേറ്റീവ് കെയർസിലേക്ക്. ഫുൾ ബോഡി എന്തെങ്കിലും വീഴ്ചകളിലോ ആഘാതങ്ങളിലോ ഇല്ലേ, അപ്പൊ അവർക്ക് എന്താണ് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്താണ് തുടർച്ചയായി അവരിങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ എൻഡ് ഓഫ് ലൈഫ് വരെ അവർക്ക് പരിചരണം ആവശ്യമുണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ, അതല്ലെങ്കിൽ ടെർമിനൽ ഇൽനെസ് അതിതീവ്രമായ എന്തെങ്കിലും അസുഖമുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പൈസിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ മാറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള പേഷ്യൻസിനെ നമുക്ക് മാറ്റാം അല്ലെ, മാറ്റാറില്ലേ പാലിയേറ്റീവ് കെയറിലേക്കൊക്കെ? പിന്നെ ഓർഫൻസിനെ മാറ്റാറുണ്ട് അല്ലെ, നോക്കാൻ ആളുകളില്ലാത്ത പേഷ്യൻസിനെ നമ്മൾ മാറ്റാറുണ്ട്. പീസ് വാലി കേട്ടിട്ടുണ്ടോ? പീസ് വാലി കേട്ടിട്ടില്ല? ഇതിലാരില്ല പീസ് വാലി കേട്ടിട്ടുള്ളവര്? കോതമംഗലം ആ ഭാഗത്ത് പീസ് വാലി എന്ന് പറഞ്ഞിട്ട്, അതും ഇതേപോലെ ഒരു അഭയ കേന്ദ്രം പോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ വയ്യാത്ത ആളുകള്, ഈ നമ്മുടെ ഓട്ടിസം പോലെ വരുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകള്, ഇങ്ങനെ ഫുൾ ബോഡി പാരലൈസ് ചെയ്ത ആളുകള്, നോക്കാൻ ആളുകളില്ലാത്ത പേഷ്യൻസ്, അങ്ങനെയുള്ളവരെയൊക്കെ താമസിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഇതാണ് ഹോസ്പൈസ് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും എന്താണ് അവർക്ക് എൻഡ് ഓഫ് ലൈഫ് വരെ, ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ അവർക്ക് അതിതീവ്രമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ലഭിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് എന്താണ് ഹോസ്പൈസിലെ അഭയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ മാറ്റുന്നതിനെയാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ ആയോ?
Next, things you can implement right away to remove the obstacles in your discharge process and improve revenue. എന്താണ് നമുക്ക് ഡിസ്ചാർജ് പ്രോസസ്സിലെ ഡിസ്ചാർജ് പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാം? അതല്ലാതെ എന്താണ് ഇംപ്രൂവ് റവന്യൂ, വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസ്ചാർജ് പ്രോസസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും? ഫസ്റ്റ്, ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലേ? വേണ്ടേ? എഫിഷ്യന്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള അല്ലെ, ഫലപ്രദമായിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം ആവണം അല്ലെ? ഇപ്പൊ നമുക്കറിയാം, മിക്ക ഹോസ്പിറ്റലുകളിലും നമ്മളെ രാവിലെ ഒരു 10 മണി 11 മണിക്ക് ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ പറയും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മ എപ്പോഴായിരിക്കും മിക്കവാറും ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്? ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബില്ലടച്ച് നമുക്ക് കിട്ടേണ്ട മെഡിക്കേഷൻ ഒക്കെ ലഭിച്ചതിന് ശേഷം നമ്മ എപ്പോഴായിരിക്കും അവിടെ നിന്ന് പോകുന്നത്? ഈവനിങ് ആവൂലെ, ഒരു 5 മണി അത് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു എഫിഷ്യന്റ് രീതിയിലുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സുകൾ. എന്താണ്? നമ്മുടെ പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ചെയ്താലല്ല എല്ലാ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡ് അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ചാർട്ട്സുകളും മെഡിക്കൽ റെക്കോർഡ്സുകളും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്? ആ ബില്ലിങ്ങിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവിടെ ഇരുന്നുകൊണ്ടും തന്നെ അല്ലെ പേഷ്യൻസിന്റെ വിവരങ്ങൾ എടുക്കാൻ സാധിക്കില്ലേ കമ്പ്യൂട്ടറിൽ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അല്ലെ. അപ്പൊ അതെന്താക്കും? എളുപ്പമാക്കി തീർക്കും അല്ലെ. അതല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ബില്ലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും ഒരു നേരം പിടിക്കും അല്ലെ. ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിനെ ചിലപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് എന്തെങ്കിലും മെഡിസിനുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും ബില്ലുകൾ സെറ്റിൽ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേനും ഒരു നേരാവും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ഉണ്ടാവുക. നെക്സ്റ്റ്, ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. എന്താണ്? അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, അഡ്മിഷൻ അവിടെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ് പ്ലാനിങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഡ്യൂറിങ് എന്താണ്? ഇത്ര ദിവസം കിടക്കേണ്ടി വരും അല്ലെ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാറില്ലേ? ഇത്ര ദിവസം മിനിമം അല്ലെ, ഇത്ര ദിവസം കിടക്കേണ്ടി വരും, റൂമിന് ഇത്ര റെന്റ് ആവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. എന്താണ്? കെയർ കോർഡിനേഷനുകളെ വർദ്ധിപ്പിക്കാം. കെയർ കോർഡിനേഷനെ ഏകോപിപ്പിക്കുക എന്ന് വെച്ചാല് നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഹോസ്പിറ്റലില്. മിസ് പറഞ്ഞ പോലെ എന്താണ്? ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാവുക അല്ലെ. നേഴ്സുമാർ എന്ത് ചെയ്യാം? നമുക്ക് മരുന്നുകൾ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നഴ്സിംഗ് സർവീസിന് നമ്മുടെ ഇന്ന് പൈസ ഈടാക്കാറില്ലേ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല്? ഓക്കെ, ICU ഉണ്ടായിരിക്കും, ICUവിന്റെ സേവനം ലഭിക്കും. ഡോക്ടേഴ്സിന്റെ സർവീസിന് നമ്മുടെ ഇന്ന് പൈസ ഈടാക്കാറുണ്ട് അല്ലെ. പിന്നെ ലാബുകളില് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല് ഉണ്ടാവും. അപ്പൊ ഇതെന്താണ്? ബില്ലിങ് വേഗം പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളിലെ കെയർ കോർഡിനേഷനുകളെ ഇംപ്രൂവ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. നമുക്ക് തന്നെ എല്ലായിടത്തുനിന്നും ബില്ലുകൾ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുക. നെക്സ്റ്റ്, ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. നല്ല രീതിയിലുള്ള ബെഡ് മാനേജ്മെന്റ്. അവർ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവർ പറയുന്ന കറക്റ്റ് രീതിയിലുള്ള ബെഡുകൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. നെക്സ്റ്റ്, എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ. നമുക്കറിയാം, ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. നമ്മളെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിസ്ചാർജിനെ കുറിച്ച് പറഞ്ഞു തരാറില്ലേ? നമുക്ക് എന്താണ്? റൂമിന് ഇത്ര റെന്റ് വരും അല്ലേ, പറഞ്ഞു തരാറില്ലേ? അതൊക്കെ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫൈനൽ ബില്ല് സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യണ്ടേ? അപ്പൊ നമ്മുടെ ക്യാഷ് വേണം അല്ലേ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്?
നമ്മളോട് പറയും മിനിമം ഇത്ര ദിവസം കിടക്കേണ്ടി വരും അല്ലെ ഹോസ്പിറ്റലില്. പിന്നെ എന്താണ് ഇൻഷുറൻസ് ആണോ ക്ലെയിം ആണ് അല്ലെ, അതിനെ കുറിച്ചൊക്കെ ചോദിക്കാറില്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അഡ്മിഷന്റെ സമയത്ത് തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയറിനെ കുറിച്ച് പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ചസ് ദ വാർഡ് as soon as possible. As soon as possible എന്ന് വെച്ചാൽ എന്താണ്, അവര് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് മെഡിസിനുകൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോ എന്താണ് അവർ കഴിക്കുന്ന മെഡിസിന് മാറ്റി അടുത്ത് പുതിയ മെഡിസിനുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെ. ഇല്ലേ, അങ്ങനെയല്ലേ ചെയ്യാറ് ഡോക്ടേഴ്സ്. അപ്പൊ ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന മരുന്നുകള് എന്താണ് വാർഡുകളില് അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കിയത് എവിടെയാണോ റൂമിലാണെങ്കിൽ അവിടെ എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. ചിലപ്പോ എന്താണ് അവര് ബില്ലടച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ, കുറെ നേരം മരുന്നുകൾ ലഭിക്കാനായിട്ട് വരുമോ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താണ് അവർക്ക് ഡിസ്ചാർജ് മെഡിസിൻസ് എത്രയും വേഗം ലഭ്യമാക്കി കൊടുക്കുക ആസ് സൂൺ ആസ് പോസിബിൾ. ക്ലിയർ ആയത്? ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ എന്ന് പറഞ്ഞാല് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ബില്ലുകൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഏകോപിപ്പിക്കുക. അതല്ലെങ്കിൽ ഇപ്പൊ ലാബിലെ ബില്ല് കിട്ടി, അതല്ലെങ്കിൽ സ്കാനിങ്ങിലൊക്കെ ബില്ല് കിട്ടി, പക്ഷെ ഫാർമസിന്നുള്ള ബില്ല് കിട്ടിയിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം, വീണ്ടും കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താണ് ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ നടത്തുക. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജിലെ പോളിസികളും പ്രൊസീജിയർ നടപടിക്രമങ്ങളൊക്കെ എന്തെല്ലാമാണ്? പർപ്പസ് ഉദ്ദേശം എന്താണ് ഡിസ്ചാർജ് കൊണ്ട്? ടു പ്രൊവൈഡ് ദിസ് ഗൈഡ് ലൈൻ ഫോർ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ആരെയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റിനെയാണോ ഇൻപേഷ്യന്റിനെയാണോ? ആരെയാണ്? ഇൻപേഷ്യന്റിനെ അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻപേഷ്യൻസിന് വേണ്ട എന്താണ് ഗൈഡ് ലൈൻ അല്ലെ, മാർഗനിർദ്ദേശങ്ങള് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ചാർജ് കൊടുക്കുന്നത് അല്ലെ. നമ്മളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പറയൂ അല്ലെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, പറഞ്ഞുതരാറില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ. പിന്നെ എന്താ പറയും, ഫോളോ അപ്പ് കെയർസ് തരാറുണ്ട് അല്ലെ. ഇന്ന ദിവസം അല്ലെ 10 ദിവസം കഴിഞ്ഞിട്ട് വരണം അല്ലെ. പിന്നെ എന്താണ്, ഇന്ന മെഡിസിനുകൾ കഴിക്കണം അല്ലെ, കുറച്ച് ദിവസം ഒരാഴ്ചയോ 5 ദിവസമോ അല്ലെങ്കിൽ ലൈഫ് ലോങ് എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ അറ്റാക്ക് വന്നിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് എന്താണ് മെഡിക്കേഷൻസ് കഴിക്കേണ്ടതുണ്ടാവും, അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താണ് സോഫ്റ്റ് ഫുഡ്, അതായത് എന്തെങ്കിലും ഡയറ്റ് കൺട്രോൾ ഉണ്ട് അല്ലെ, ഭക്ഷണക്രമങ്ങൾ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താണ് ഇൻപേഷ്യൻസിന് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള ഇതാണ് ഡിസ്ചാർജ്. നെക്സ്റ്റ്, പോളിസി എന്തെല്ലാമാണ് ഹോസ്പിറ്റൽ കൊണ്ട്? Discharge procedure shall be followed to make sure that patients are discharged effectively and efficiently, allowing the most favorable resources. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ റിസോഴ്സുകൾ വെച്ച് കാണിട്ട് എന്താണ് പേഷ്യൻസിനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള എന്താണ് ഡിസ്ചാർജ് പ്രൊസീജിയർ നൽകുക, ഡിസ്ചാർജ് നടപടിക്രമങ്ങൾ നൽകുക. ഇപ്പൊ അവിടെ നിന്ന് അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിന് ഒരുപാട് ബിൽ പേയ്മെന്റ് ഈടാക്കി കഴിഞ്ഞാൽ പറ്റോ? അവർക്ക് അവർ സാറ്റിസ്ഫൈഡ് ആകോ, തൃപ്തരാകോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇതിൽ വേണം അല്ലെ ബില്ലിങ് കാര്യങ്ങൾ നടത്താൻ.
അല്ലേ? പിന്നെ എന്താണ് അവിടെയുള്ള വിഭവങ്ങൾ അല്ലെ? എന്താണ് മരുന്നുകള്, പിന്നെ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ അല്ലെ? എന്താണ് ഡോക്ടറുടെ സർവീസുകളൊക്കെ എന്താണ് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണ്ടേ, എഫിഷ്യന്റ് ആയി എഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിന് നൽകണ്ടേ? അപ്പൊ എന്താണ് അവിടെയുള്ള വിഭവങ്ങൾ മോസ്റ്റ്ലി ഫേവറബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ എന്താണ് വിഭവങ്ങളെ വെച്ച് കണ്ടിട്ട് കാര്യക്ഷമമായിട്ടുള്ള ഡിസ്ചാർജ് പ്രൊസീജിയർ എന്താണ് ചെയ്യുമെന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ. ഇപ്പൊ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മ ബിൽ സെറ്റിൽമെന്റ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിലോ ചില ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യുന്നവർക്ക് ഏനോ ആരും അങ്ങനെയൊന്നും ബില്ല് അടച്ചിട്ടില്ല, ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരിക്കും. അതെന്ത് ചെയ്യും? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ അല്ലെ അവർക്ക് അവർ ഈ ബില്ല് ഹോസ്പിറ്റലുകാർ അയച്ചു കൊടുക്കും അല്ലെ, സെൻഡ് ചെയ്യും. ആണോ? അതിനുശേഷം അവർക്ക് അവിടെ റിപ്ലൈ കിട്ടണം അല്ലെ? എന്റെ പേയ്മെന്റും റിപ്ലൈ ഒക്കെ കിട്ടണ്ടേ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നടക്കണം അല്ലെ ഓരോ പ്രവർത്തനങ്ങളും വേണ്ടേ? ഇന്ന് കൊടുത്തിട്ട് നാളെ കിട്ടിയാൽ പറ്റോ? അവരുടെ റിപ്ലൈ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ റിപ്ലൈ നാളെ കിട്ടിയാൽ പറ്റോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉള്ള റിസോഴ്സുകൾ വെച്ച് കാണട്ടെ എന്നിട്ടല്ലേ വിടുക. ഓക്കെ. അപ്പൊ ഉള്ള റിസോഴ്സുകൾ വെച്ചെങ്ങാണ്ട് എന്താണ് എഫിഷ്യന്റും കാര്യക്ഷമവും ഫലപ്രദവുമായ ഡിസ്ചാർജ് പ്രോസസ് നടത്തുക. നെക്സ്റ്റ് an authorized hospital discharge shall only be made by an order from the primary consultant. എന്താണ് ഡിസ്ചാർജ് നടത്തുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കുള്ളൂ? പ്രൈമറി കൺസൾട്ടന്റ് അല്ലേ? ഇവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലേ? ആണോ? ആണ്. അപ്പൊ എന്താണ് ഡിസ്ചാർജ് നടക്കുന്നത് എന്താണ് പ്രൈമറി കൺസൾട്ടന്റ് ഓർഡർ നിർദ്ദേശപ്രകാരമായിരിക്കും. However, a patient may discharge himself or herself against medical advice. എന്നിരുന്നാലും ചില സമയത്ത് എങ്ങനെയെന്നും കൂടി നടത്താം, ആ രോഗിയുടെ എന്താണ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് AMA രീതിയിലും ഡിസ്ചാർജ് വാങ്ങാം അല്ലെ? മെഡിക്കൽ അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരമല്ലാതെയും പേഷ്യൻസിന്റെ സ്വന്തം റിസ്കില് ഡിസ്ചാർജ് വാങ്ങിപ്പോകാറുണ്ട്. The consultant of his designee shall document discharge instructions in the patient's medical record at the time of anticipated discharge. എന്താണ് കൺസൾട്ടന്റ് ഇവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോ അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ഡെസിഗ്നി ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചില ഹോസ്പിറ്റലിൽ അവരെ അസിസ്റ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? ഈ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഉണ്ടോ? സ്റ്റുഡൻസ്. ഓക്കെ. ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ ഡോക്ടറുടെ ഡെസിഗ്നേഷൻ ഡോക്യുമെന്റ് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഓക്കെ ഡിസ്ചാർജ് നിർദ്ദേശങ്ങള് രേഖപ്പെടുത്തുന്നു. എന്താണ് ഈ കൺസൾട്ടന്റോ അല്ലെങ്കിൽ എന്താണ് ജൂനിയർ ഡോക്ടേഴ്സോ അതല്ലെങ്കിൽ ഹിസ് ഡെസിഗ്നി എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട അയാളുമായി അണ്ടറിൽ വരുന്ന ചിലപ്പോൾ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ ഇയാളുടെ ജൂനിയർ ഡോക്ടേഴ്സ് ആവാം. അപ്പൊ ഹിസ് ഡെസിഗ്നേഷൻ ഡോക്യുമെന്റ് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രോഗിയുടെ മെഡിക്കൽ റെക്കോർഡിൽ എന്താണ് ഡിസ്ചാർജ് നിർദ്ദേശങ്ങൾ എഴുതുന്നു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, ഏതൊക്കെ മെഡിക്കേഷൻസ് കഴിക്കണം, ഇനി എന്ത് ഫോളോ അപ്പിന് വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നു. ക്ലിയർ ആയോ?
മൂന്നെണ്ണം. discharge summary. Okay, discharge summary. Next, a discharge summary shall be prepared and reviewed. Okay. And all the patients are provided with a discharge summary at the time of discharge. എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യൻസിന്റെ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നു. പിന്നെ എന്താണ് ഓരോ പേഷ്യൻസിനും അവരുടെ ഡിസ്ചാർജ് സമ്മറി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നൽകുന്നുണ്ട് അല്ലെ. നമുക്ക് കിട്ടാറില്ലേ, നമുക്ക് തരാറുണ്ട് അല്ലെ. ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോ നമുക്ക് ഫയല് തരാറില്ലേ, ഒരു ചെറിയൊരു ഫയല് പോലെ തരും അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന്. അതിൽ നമ്മുടെ ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാറുണ്ട്, എന്ത് അസുഖം കൊണ്ടാണ് അല്ലെ നമ്മളുടെ അഡ്മിറ്റ് ആക്കിയത് അല്ലെ, നമുക്ക് ഏതൊക്കെ മെഡിസിനുകൾ തന്നിട്ടുണ്ട് അല്ലെ, നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടുകൾ ഉണ്ടാവും. പിന്നെ അവിടുത്തെ കണ്ടെത്തലുകൾ ഉണ്ടാവൂലേ ഡോക്ടർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസ് പോരുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി നൽകുന്നു. ദ വാർഡ് സിസ്റ്റർ ഷാൽ ബി റെസ്പോൺസിബിൾ പേഴ്സൺ ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് ദിസ് പോളിസി. With this policy like billing duration to finish a discharge process. എന്താണ് നമ്മുടെ വാർഡ് സിസ്റ്റർ എന്താണ് റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിയാണ്. എന്തിനൊക്കെ കുറിച്ചാണ്? വിത്ത് ദിസ് പോളിസി ലൈക്ക് ബില്ലിംഗ് അല്ലെ, ബില്ലിങ്ങിനെ കുറിച്ച്. ഡ്യൂറേഷൻ ടു ഫിനിഷ് ഡിസ്ചാർജ് പ്രോസസ്, ഡിസ്ചാർജ് പ്രോസസ്സിന് എത്ര സമയം വേണ്ടി വരും അല്ലെ. നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഡോക്ടർ പറയും ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് ഇന്ന് പൊക്കോന്ന്, ബില്ല് ഫൈനൽ ആയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുതരുന്നത് ആരാ? നമ്മുടെ അടുത്ത് നഴ്സ്. അതേപോലെ എന്താണ് ബില്ല് സെറ്റിൽ ചെയ്യാൻ താഴെ കൗണ്ടറിലേക്ക് പൊക്കോ, ബില്ല് സെറ്റിൽമെന്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ആരാണ്? നഴ്സ് അല്ലേ നമ്മുടെ അടുത്ത്. എത്ര ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞു തരുന്നത് നഴ്സാണ് അല്ലെ. അപ്പൊ എന്താണ് ബില്ല് ലൈഫ് ബില്ലിംഗ് പോളിസികളെ കുറിച്ച് പറഞ്ഞു തരുന്നതും ഡ്യൂറേഷൻ ടു ഫിനിഷ് എ ഡിസ്ചാർജ് പ്രോസസ്, ഡിസ്ചാർജ് പ്രോസസ്സിന് എത്ര സമയം എടുക്കുമെന്ന് ഫിനിഷ് ആവാനായിട്ട്, കംപ്ലീറ്റ് ആവാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞു തരുന്നത് നഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ്, the discharge summary shall contain all patients details. ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ഡെത്ത്, ഇൻ കേസ് ആ പേഷ്യൻസ് മരിക്കുകയാണെങ്കിൽ, ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ, the discharge summary must include the cause of death. ഡിസ്ചാർജ് സമ്മറിയില് ആ മരിക്കാനുണ്ടായ കാരണം എന്താണെന്നും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, the nurse shall be responsible for completing the discharge checklist. ഡിസ്ചാർജ് ചെക്ക്ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആരാണ്? നഴ്സ് ആണ്. ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിസ്ചാർജ് സമ്മറി ടു ദി പേഷ്യൻസ് ഓർ ഫാമിലി. Understanding shall be recorded in documents on the discharge checklist by getting signed by the patients or family. എന്താണ് ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ച് പേഷ്യൻസിന്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ പേഷ്യൻസിനോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കണം. ഈ നഴ്സ് അതല്ലെങ്കിൽ നഴ്സ് വിശദീകരിച്ചു കൊടുക്കണം. കൂടാതെ ഡിസ്ചാർജ് ചെക്ക്ലിസ്റ്റിൽ ഇവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും കൂടി ചെയ്യണം. Patients who request discharge against medical advice shall be explained the risk and informed consent policy. എന്താണ് ഡിസ്ചാർജ് പേഷ്യൻസ് അവരുടെ അഡ്വൈസില്, അവരെ നിർദ്ദേശപ്രകാരം ഡോക്ടർ നിർദ്ദേശിക്കാതെ അവരുടെ ആഗ്രഹത്തിൽ പേഷ്യൻസിൽ പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? പേഷ്യൻസിന് അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച്, റിസ്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഇൻഫോംഡ് കൺസേൺ പോളിസിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. എന്താണ് പോളിസി? കൺസേൺ പോളിസി എന്ന് പറയുന്നത് അവര് ഫോം സൈൻ ചെയ്തൊക്കെ കൊടുക്കണം അല്ലേ. അവര് സ്വന്തം റിസ്കിലാണ് പോകുന്നതുള്ള ഫോമൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണ്ടേ? പേഷ്യൻസ് AMA ഡിസ്ചാർജ് ആണെങ്കിൽ വേണോ?
ആരില്ലേ? കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ? മിസ് ആദ്യം പറഞ്ഞില്ലേ AMA ഫോം കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞ ഒരു ഫോം പറഞ്ഞില്ലേ? ആ ഫോം എല്ലാം എന്ത് ചെയ്യണം? സൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ? അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ്, patients who leave hospital against medical advice are to be explained on the consequence of LAMA and signature to obtain the LAMA form in patient record. എന്താണ്? പേഷ്യൻസ് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ലീവ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ്, അനന്തര ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കൂടാതെ എന്താണ്? ലാമ ഫോമില് പേഷ്യൻസിനെ കൊണ്ട് ഇൻപേഷ്യന്റ് റെക്കോർഡിലെ ലാമ ഫോമിൽ അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുക കൂടി ചെയ്യുക. ലാമ എന്ന് പറഞ്ഞാൽ ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിനെ അനന്തര ഫലങ്ങളെ കുറിച്ച് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുകയും ആ ലിവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്റെ ഫോമിൽ അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും കൂടി ചെയ്യുക. A patient who comes to casualty take treatment at a hospital with the CMO consent as OP consultation are given prescription based on patient's condition. ഇപ്പൊ നമ്മ ചിലപ്പോ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചിലപ്പോ ഇവിടെ കാണിച്ചിരുന്നത് കാഷ്വാലിറ്റിയിലേക്ക് അല്ലേ? ആണോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിക്കല്ല ചെല്ലാം. പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് നമ്മ എന്താണ്? ആ പേഷ്യൻസ് കാഷ്വാലിറ്റിയിലേക്കാണ് വന്നതെങ്കിൽ എന്താണ്? ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? ആരുടെ സമ്മതത്തോടുകൂടിയായിരിക്കും? CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ സമ്മതത്തോടെയായിരിക്കും അവരെ ഡിസ്ചാർജ് ചെയ്തു പോകുന്നത്. അപ്പൊ അവർക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻസ് ആ കാഷ്വാലിറ്റിയിലെ ആരാണ്? കൺസൾട്ടേഷൻ ഡോക്ടർ ആയിരിക്കും, OPയിലെ ഡോക്ടർ ആയിരിക്കും എഴുതി കൊടുക്കുന്നത്. Next, the hospital administration makes sure that every hospital has an organized discharge planning and that can increase patient satisfaction. എന്താണ്? എല്ലാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഉറപ്പാക്കണം. എന്താണ്? ഹോസ്പിറ്റലുകളിലെ എന്താണ്? ഡിസ്ചാർജ് പ്ലാനിങ്ങുകള് നല്ല രീതിയിൽ അല്ലെ കറക്റ്റ് ടൈമിങ്ങില് പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. തൃപ്തരാക്കുന്ന രീതിയിലാണോ? കറക്റ്റ് പേയ്മെന്റ് ആണോ അല്ലെ? ബില്ല് കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ടോ അല്ലെ? അവർക്ക് കറക്റ്റ് ടൈമില് ബില്ലിംഗ് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ടോ അല്ലെ? ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്ലെയിമുകൾ ആണെങ്കിൽ അതിന്റെ വിവരങ്ങൾ കറക്റ്റ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ബാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിൽ കുറച്ചും കൂടി ഉള്ളൂ. ചീഫ് മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നും പറയും. കാഷ്വാലിറ്റിയിലെ CMO എന്ന് പറയുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെയാണ്. കാഷ്വാലിറ്റി ബേസിസ് CMO എന്ന് ചോദിച്ചാല് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ലാമ എന്ന് പറഞ്ഞാല് ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. കാഷ്വാലിറ്റിയില് CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസറുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിർദ്ദേശപ്രകാരമല്ല എതിരായിട്ട് ലീവ് ചെയ്തു പോകുക. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ.